ഇത് അമ്മച്ചിക്ക് ഞങ്ങളുടെ വക ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇറ്റാലിയൻ മസാജ് ചെയർ. ഇനി അമ്മച്ചി ഡെയിലി എക്സസൈസ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഈ കസേര ഒരു 15 മിനിറ്റ് ഇരുന്നാൽ മതി. ഫുൾ ബോഡി മസാജാ. അമ്മച്ചിയുടെ മുട്ടുവേദനയൊക്കെ താനേ മാറും. ഇത് ഞങ്ങളുടെ വക അമ്മച്ചിക്ക്. അമ്മച്ചിയുടെ കണ്ണട മാറ്റാറായില്ലേ? ഇനി ഇത് വെച്ചാൽ മതി. പണ്ട് ഞാൻ മഹാരാജ് കോളേജിൽ പഠിക്കുമ്പോഴേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളി എല്ലാ സൺഡേയും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല ടിപ് ടോപ്പ് ആയിട്ട് എറണാകുളത്ത് ഏതെങ്കിലും വലിയ കല്യാണങ്ങൾ നടക്കുന്ന ഓഡിറ്റോറിയം നോക്കി വച്ച് പിടിക്കും. അവിടെ ചെന്ന് മൂക്കുമുട്ട സദ്യയൊക്കെ ഉണ്ട്. പോരാൻ നേരത്ത് വലിയൊരു ഗിഫ്റ്റ് ബോക്സ് എടുത്തിട്ട് ഈ ചെക്കനും പെണ്ണിനും കൊടുത്ത് അവരെ ആശീർവദിച്ചിട്ടൊക്കെ പോരുള്ളൂ. വൈകുന്നേരം പെട്ടി തുറക്കുമ്പോഴേ വിവരം അറിയുന്നത് വല്ല പുല്ലും വൈക്കോലും ഒക്കെ ആയിരിക്കും. ഞാനത് കൊടുത്തപ്പോ തന്നെ ബോബിച്ചാൻ അത് ഓർമ്മ വന്നല്ലേ? ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണണ്ട എനിക്ക് അപ്പം അവനെ ഓർമ്മ വരും. ഇപ്പൊ കാനഡയിലോ US മറ്റോ ആണെന്ന് തോന്നുന്നു. എന്നാ നമുക്കിനി ഫുഡ് കഴിക്കാം അല്ലേ? കഴിക്കാം. വാ എന്താ അമ്മച്ചി ഇങ്ങോട്ട് ഇരുന്നാട്ടെ. നീ കഴിക്കുന്നു? ഞാൻ എടുത്തോളാം. ഒരു പ്ലേറ്റിങ്. ഹലോ, സൈലന്റ് ലാൻഡ് അറിഞ്ഞില്ല. എപ്പോ? അയ്യോ, ഓ ഞങ്ങളിപ്പോ തന്നെ വരാം. എന്തു പറ്റി? ലോറൻസ് ഏട്ടന്റെ ഭാര്യയ്ക്ക് കിച്ചണിന്ന് പൊള്ളലേറ്റൂന്ന്. അയ്യോ, വാ നമുക്ക് വേഗം വാ. അത് അവര് മാനേജ് ചെയ്തോളൂ. നിങ്ങൾ കഴിച്ചിട്ട് പോ. കഴിക്കലൊക്കെ പിന്നാവാ. വാ നിങ്ങൾ കഴിക്കേ. സോറി. ആ ലോറൻസിന്റെ ഭാര്യയെ വെറുതെ പൊള്ളിച്ചു. എന്റെ ഗിഫ്റ്റ് കണ്ടപ്പോഴേ അങ്ങനത്തെ പഴയ ഫ്രോഡ് ഫ്രണ്ടിനെ ഓർമ്മ വന്നു. അതും കേട്ട് അവിടെ തന്നെ നിന്നാ പല പൊങ്ങച്ചങ്ങളും കേൾക്കേണ്ടി വരും. നമ്മളെന്താ ഫുഡ് കാണാതെ കിടക്കാണോ? നിന്റെ അമ്മയെ സമ്മതിക്കണം കേട്ടോ. കേട്ടി നാവ് ഇത്തിരി കുഴപ്പമെന്നുള്ളൂ. ബോബി ആളൊരു പാവ. ഇവളുടെ ഉള്ളിലെ ഈറ്റപ്പുലി പുറത്തു ചാടിയത് കൊണ്ട് എനിക്ക് നഷ്ടമായതേ നല്ലൊരു ക്രിസ്ത്യാനി പീസ്റ്റാണ്. അതിനേക്കാളും ഫ്രഷ് ആയത്, നല്ല ടേസ്റ്റും ഉണ്ട്. അല്ല പിന്നെ ആസ് യൂഷ്വൽ അമ്മയും മോളും ഒന്നിച്ചു, ഞാൻ പുറത്തു. എക്സ്ക്യൂസ് മീ, ഈ പ്രവാസി മസാലപ്പൊടി എവിടെ ഇരിക്കുന്നത്? മസാലപ്പൊടിക്ക് ആ സെക്ഷനല്ല സാറേ. അവിടെ. അതെ, എനിക്ക് ആ ബ്രാൻഡ് തന്നെ വേണം, പ്രവാസി മസാല. അത് കൊള്ളാം കേട്ടോ. ഞാൻ നോക്കട്ടെ. എക്സ്ക്യൂസ് മീ, ഈ പ്രവാസി മസാലപ്പൊടി എവിടെ ഇരിക്കുന്നത്? മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. ഉപയോഗിച്ച് ഒറിജിനലാണെന്ന് തോന്നിയത് കൊണ്ടാണ് പ്രവാസി തന്നെ പ്രിഫർ ചെയ്യുന്നത്. സാറേ, ആ ഇത് തന്നെ. ഇതാണ് ഇതിനെപ്പറ്റി ആദ്യമായിട്ട് ഒരാൾ നല്ലത് പറയുന്നു. സാറ് വീട്ടിൽ കൊണ്ട് ഉപയോഗിച്ച് നോക്ക്. പ്രവാസി മസാല കഴിഞ്ഞിട്ടുള്ള പൊടിയേ ഉള്ളൂ. ആണോ? താങ്ക് യു. ഓക്കെ. മാനേജർ അവിടെ ഉണ്ടേ. സോറി, ശ്രദ്ധിച്ചില്ല. എന്നാ ശ്രദ്ധിക്കണം സാർ. സോറി സാർ. ബ്ലഡി സ്ട്രേഞ്ചർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് മന്ത് ഞാൻ ഇവിടെ കുറച്ച് പ്രോഡക്ട്സ് കൊണ്ടുവച്ചിരുന്നു. അതിന്റെ പേയ്മെന്റ് കിട്ടിയിരുന്നെങ്കിൽ. ഏതായിരുന്നു പ്രോഡക്റ്റ്? സാറിന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ നന്ദൻ, പ്രവാസി കറി പൗഡറിന്റെ. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു മാസമായിട്ട് ഇന്നാണ് ഒരു പീസ് വിറ്റുപോയത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, നല്ല അഭിപ്രായമാണല്ലോ. അതിന് ആദ്യം ആരെങ്കിലും അത് മേടിക്കണ്ടേ? അതിന് നല്ല പബ്ലിസിറ്റി വേണം. ഭയങ്കര കോമ്പറ്റീഷൻ അല്ലേ? ബാക്കി പല സാധനത്തിലും മായമല്ലേ. മല്ലിപ്പൊടിയിൽ അറക്കപ്പൊടി, മുളക് പൊടിയിൽ ഇഷ്ടിയപ്പൊടി. ഇത് സാധനം ഓർഗാനിക്കാ. അതിന് ഞങ്ങൾക്ക് ഓർഗാനിക് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. താനകത്ത് ഇഷ്ടിയപ്പൊടിയോ അറക്കപ്പൊടിയോ എന്ത് വേണമെങ്കിലും ചേർത്തോ. പക്ഷെ ആൾക്കാർ വാങ്ങണം. സാധനം വിറ്റുകൊണ്ട് പൈസ തരാൻ പറ്റില്ല. ഇന്നത്തെ എൻ്റെ മാർക്കറ്റിംഗ് പ്രൂഫ്. പിന്നെ നമ്മുടെ വണ്ടി കയറുന്ന പാസഞ്ചേഴ്സിനോടും നൈസായിട്ട് പ്രസന്റ് ചെയ്യും. അതെങ്ങനെ? ഫുഡ് കഴിച്ചോന്നൊക്കെ ചോദിച്ചു തുടങ്ങും. വളഞ്ഞു തരുന്ന പ്രവാസി കറി പൗഡറിൽ വന്ന് നിൽക്കും. കടല് പോലെ കിടക്കുന്ന മാർക്കറ്റാണ് ലോറൻസേ. അതിനിടയ്ക്ക് തൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു ടെക്നിക്സ് ഒന്നും ഏശില്ല. താൻ എന്നെ ഡിസ്കറേജ് ചെയ്യല്ലേ മാൻ. ലെറ്റ് ദി അണ്ണാർക്കണ്ണൻ ഡു ഹിസ് റോൾ. അണ്ണാറക്കണ്ണനെ കൊണ്ടൊന്നും വലിയ കാര്യമില്ല ലോറൻസേ. ഓ പ്ലീസ് ഹാവ് ഇറ്റ്. നന്ദ മാത്രം ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നത് ശരിയല്ല കേട്ടോ. സ്പെഷ്യലി വെൻ വി സിറ്റ് ഫോർ എ ഡ്രിങ്ക്. നല്ല ഒന്നാം തരം വൈൻ ഉണ്ട്, എടുക്കട്ടെ? വേണ്ട വേണ്ട, ഇത് മതി. ഓക്കെ. നല്ല പബ്ലിസിറ്റി കൊടുക്കണമെന്നാണ് ആ സൂപ്പർ മാർക്കറ്റിലെ മാനേജർ പറയുന്നത്. പബ്ലിക്കിന് വിശ്വാസമുള്ള ആരെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്താൽ ഐ തിങ്ക് ദാറ്റ് വിൽ വർക്ക്. എക്സാക്ട്ലി. ലൈക്ക് സെലിബ്രിറ്റീസ്, ഫിലിം ആക്ടേഴ്സ്.
സിനിമാക്കാരെ വെച്ച് പബ്ലിസിറ്റി ചെയ്യാനുള്ള ബഡ്ജറ്റ് ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല ലോറൻസേ. നമ്മുടെ ഈ സിനിമയിലെ ശ്രീനിവാസിനെ ഓർഗാനിക് ഫുഡിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ? റൈറ്റ്. ആ വഴിക്കൊന്ന് മുട്ടി നോക്കിയാലോ? അതൊന്നും നോക്കാവുന്നതാണ്. മാത്രമല്ല പണ്ട് അജ്മാനിലെ പ്രവാസി അസോസിയേഷൻ മൂപ്പര് വന്നപ്പോ പൊന്നാട എണീച്ച് ഞാനായിരുന്നു. അത് മൂപ്പര് മറന്നു കാണാൻ വഴിയില്ല. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ നന്ദകുമാർ, ഗൾഫിലായിരുന്നു. സാറിന് എന്നെ മനസ്സിലായോ? ഒരു 10 വർഷം മുമ്പ് സാറ് അജ്മാനിലൊരു ഫംഗ്ഷൻ വന്നപ്പോൾ സാറിനെ പൊന്നാടി അണിയിച്ച് ഞാനായിരുന്നു. ഇപ്പോൾ ഓർമ്മ വന്നോ? ഓ, 10 വർഷം മുമ്പ് പൊന്നാടി അണിയിച്ച ഒരാളെ ഞാൻ മറക്കുക. ഇന്ന് രാവിലെ 9:30 വരെ ഞാൻ നിങ്ങളെ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഞാനിപ്പോൾ ഗൾഫൊക്കെ വിട്ടു. നാട്ടിൽ ചെറിയൊരു സംരംഭം ഇങ്ങനെ ഈ ഓർഗാനിക് കറി പൗഡറിൻ്റെ ഒക്കെ. സാർ അതിൻ്റെയൊക്കെ ഒരാളാണല്ലോ. ഞാൻ ഒന്നിൻ്റെ ഒരാളുമല്ല. വിഷമില്ലാത്ത ഭക്ഷണം ജനങ്ങൾക്ക് കിട്ടണം എന്നൊരു ചെറിയ ആഗ്രഹം മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് സാർ എൻ്റെ ഉദ്ദേശവും. ഇതാ കണ്ടോ, 100% ഓർഗാനിക്കാ. സാറിന് സംശയം ഉണ്ടെങ്കിൽ നാസയുടെ ലാബറട്ടറി കൊണ്ട് പരിശോധിക്കാം. എവിടെ? അമേരിക്കയിൽ നാസയുടെ ലാബിൽ. എന്നാൽ നന്നിട്ടൊരു കാര്യം ചെയ്യും. ഈ മസാലപ്പൊടി നാസയെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും കൊണ്ടുപോവാ. അല്ല, അത്രയ്ക്ക് ഓതന്റിക്കാന്ന് പറയായിരുന്നു സാർ. പ്രവാസി മസാലപ്പൊടിക്ക് പറ്റിയ പേര്. മിഥുനത്തിലെ ദാഷായണി ബിസ്ക്കറ്റിനൊക്കെ ബെറ്റർ അല്ലേ സാർ? സാറേ, ഞാൻ ഈ പ്രവാസി അസോസിയേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആക്റ്റീവ് ആയിരുന്നുകൊണ്ട് പ്രവാസി നന്ദൻ എന്നൊരു ഇരട്ട പേര് കൂടി ഉണ്ട്. അല്ല, ഈ പേരിന്റെ പേരിൽ അതും കൂടി ഉണ്ടെന്ന് പറയായിരുന്നു. കൊള്ളാം. സാർ, ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ചേച്ചിയോടൊന്ന് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞിട്ട് റിസൾട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറഞ്ഞാൽ മതി. അല്ല, ഇരിക്കട്ടെ. അപ്പൊ ഞാൻ സാറിന്റെ സമയം കളയുന്നില്ല, എഴുത്തെടുക്കട്ടെ. നീയാണോ ഈ ഫോട്ടോ എടുത്തേ? അന്ന് നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഈ ചിരിയിൽ എന്തോ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലേ എനിക്കും തോന്നിയത്. പക്ഷേ നിന്റെ ഉണ്ടാക്കി പറയുന്ന സ്വഭാവം വെച്ച് ഒന്നും കൂടി നോക്കുമ്പോ ഇതൊരു സാധാ ചിരിയാ. എടാ, ഈ പെൺപിള്ളേർക്ക് ക്യാൻഡിഡായി ഫോട്ടോസിന് പോസ് ചെയ്യാൻ ജന്മനാ ഒരു കഴിവുണ്ട്. അല്ല, ഞാൻ എൻ്റെ ചാരന്മാരെ വെച്ച് അവളുടെ ഗ്രൂപ്പിൽ ഒരു അന്വേഷണം നടത്തി. എന്നിട്ട് രോഹിത് നല്ല വിറ്റാണ് കേട്ടോ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അത്രേ പിന്നെ കാര്യം. എന്നിട്ടും അവൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ റിമൂവ് ചെയ്യണമെങ്കിൽ അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, കട്ട്. മതി, എനിക്കിതിലൊരു സിസ്റ്റർ സപ്പോർട്ട് ആവശ്യമില്ല. ഞങ്ങൾ ഒളിച്ചോടിക്കോളാം. അയ്യോ, ഒളിച്ചോടാ, അത് പോടാ. നിന്നെ പിന്നെ ഈ വീട്ടിൽ കയറ്റത്തില്ല. അതൊരു കുഞ്ഞിക്കാലൊക്കെ കാണുമ്പോൾ ശരിയായിക്കോളും. അച്ഛനും കൂടി കേൾക്കാൻ പറ്റുന്ന കോമഡിയാണോ? ഈ മാരേജിനുള്ള ലീഗൽ പ്രായം ഈയിടെ കുറച്ചിട്ടൊന്നും ഇല്ലല്ലോ. ആർക്കാ, നിനക്കാണോ ഇവനാണോ? ചേച്ചി ആരോ കണ്ടുവച്ചിട്ടുണ്ട് അച്ഛാ, അതാ ഓടിപ്പോകുന്നൊക്കെയാ പറയുന്നത്. അയ്യ, ഈ ചാടി കയറി പറയുന്നതിന് ഒരു തെളിവാണോ? കക്ഷി നീ തന്നെ. അതാണ്. ആദ്യം ആ എൻട്രൻസ് ചെയ്തെടുക്കാൻ നോക്കാം. ചെറിയ തോതിൽ ഇവളൊരു ഒരു അനുഭവം കാണിച്ചു തുടങ്ങിയാൽ മതി. ബാക്കി ഞാൻ അതീ പിടിച്ച് കയറും. അത് മനസ്സിലായിട്ട് തന്നെ അവൾ ഇപ്പോഴും പരിധിക്ക് പുറത്ത് തന്നെ നിൽക്കുന്നത്.